2 കൂട്ടുകാരുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ ആളുടെ വഴിയാണ് ഒരാൾ പോയതെങ്കിൽ രണ്ടാമത്തെ ആളാണ് ശൈത്താൻ. ജനനം മുതൽ അവനെ വഴിപിഴപ്പിക്കാൻ, അവനെ തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി സദാ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസ് ഇവന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് സദാ സമയം ഉപദേശിക്കും. മലക്കിന്റെ നേരെ വിപരീതമുള്ള പണി ഇബ്ലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. വാങ്ക് വിളിക്കുമ്പോ ഇബ്ലീസ് പറയും, അയ്യാല സ്വലാ വിളിച്ചിട്ടുണ്ട്, പക്ഷേ ഇനിയും 15 മിനിറ്റ് സമയമുണ്ട് ജമാഅത്തിന് ഇനിയും 15 മിനിറ്റ് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇപ്പോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന പണി തന്നെ തുടരാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 15 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം. പിന്നീട് ഇബ്ലീസ് തന്നെ അത് മറപ്പിച്ച് കളയും. അല്ലെങ്കിൽ പിന്നെ പറയും, അവസാനത്തെ അത്തഹിയ്യാത്തിൽ വന്നിരുന്നാലും ജമാഅത്തിന്റെ കൂലി കിട്ടും. അവസാനത്തെ അത്തഹിയ്യാത്തിൽ ഇമാമിനെ തുടർന്നാലും നിനക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. അതിനും 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്നതാണ്. പിന്നെന്തിനാ ഇപ്പൊ തന്നെ പോകേണ്ട ആവശ്യം? ഇബ്ലീസ് വലിയ പണ്ഡിതനാ. ഇബ്ലീസ് പണ്ഡിതന്റെ പണി അവിടെ എടുക്കും. ഉപദേശത്തിന്റെ പണി എടുത്തിട്ട് വഴിപിഴപ്പിക്കും. അവിടെ ഇബ്ലീസാണ് ഉപദേശം തരുന്നത്. ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞാലും നമുക്ക് പിന്നെ പോവാലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇബ്ലീസിന്റെ വർത്തമാനം കേൾക്കുന്നവന് ജമാഅത്ത് നഷ്ടപ്പെടും. ജമാഅത്ത് എന്നല്ല, ആ നിസ്കാരം തന്നെ ഖളായി പോകാനും സാധ്യത കൂടുതലാണ്. അതാണ് ഇബ്ലീസിന്റെ വർത്തമാനം. മധുരിക്കുന്ന വർത്തമാനത്തിലൂടെ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നവനാണ് ഇബ്ലീസ്. ഞാൻ നേരായ വഴിയിൽ ഇരിക്കും എന്ന് അല്ലാഹുവിനോട് പറഞ്ഞവനാണ് ഇബ്ലീസ്. ഒരുത്തനെയും നേരായ വഴിയിലൂടെ കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കൂല എന്ന റബ്ബിനോട് വെല്ലുവിളി നടത്തിയവനാണ് ലഅനത്തുല്ലാഹി ഇബ്ലീസ്. അപ്പോൾ ആ വർത്തമാനത്തെ ഇബ്ലീസ് പരമാവധി പരിശ്രമിക്കും അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ. മദ്യപാനത്തിലേക്ക് ക്ഷണിക്കുമ്പോഴും മലക്ക് വേണ്ടാന്ന് പറയും. മലക്കിന്റെ ആയത്ത് മലക്ക് ഓതി കൊടുക്കും. ഇന്നമൽ ഖംറു വൽ മൈസറു എന്ന ആയത്ത് മലക്ക് ഓതി കൊടുക്കുമ്പോ അപ്പോൾ ഇബ്ലീസ് വന്നിട്ട് പറയും, ഒരു പ്രാവശ്യം ഇതിന്റെ രുചി നോക്കിയെന്ന് കരുതിയിട്ട് കുഴപ്പമില്ല. ഇബ്ലീസ് തൗബയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇബ്ലീസ് തെറ്റിലേക്ക് ക്ഷണിക്കുന്നത്. മലക്ക് വന്നിട്ട് തെറ്റിന്റെ ഗൗരവം പറയുമ്പോ ഇബ്ലീസ് തൗബയുടെ മഹത്വം പറഞ്ഞു തരുന്നു. അതാണ് പറഞ്ഞത്, ഇബ്ലീസ് പണ്ഡിതന്റെ പണിയെടുക്കും. ഇബ്ലീസ് വലിയ വായിലാകും. ഇബ്ലീസ് വലിയ ഉപദേശകനാകും. മലക്ക് പറയും, ഒരു പ്രാവശ്യം മദ്യപിച്ചാൽ, ഒരു പ്രാവശ്യം മദ്യത്തിന്റെ കോപ്പതിന്റെ ചുണ്ടിലേക്ക് മുട്ടിച്ചാൽ നരകവാസികളുടെ ചീഞ്ചലമായ തീരത്തുൽ ഹമാൽ അല്ലാഹു നിന്നെ കൊണ്ട് കുടിപ്പിക്കുന്നതാണ് എന്ന ഉപദേശം മലക്ക് പറയുമ്പോ ഇബ്ലീസ് വന്നിട്ട് പറയും, ശരിയാണ്, ആ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അല്ലാഹു ഗഫൂറുർ റഹീമാണ്, നീ എന്ത് ചെയ്താലും അല്ലാഹു പുറത്തു വരും. അപ്പോൾ പിന്നെ എന്തിനാ ഇത് ഒഴിവാക്കുന്നത്? പിന്നെന്തിനാ മദ്യപിക്കാതിരിക്കുന്നത്? പിന്നെന്തിനാ ലോട്ടറി എടുക്കാതിരിക്കുന്നത്? പിന്നെന്തിനാ പലിശക്ക് പണം കൊടുക്കാതിരിക്കുന്നത്? പിന്നെന്തിനാ ഈ ഹറാമുമായി നീ ബന്ധം വിച്ഛേദിക്കുന്നത്? അന്യ പെണ്ണിനെ നോക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്തിനാണ് നീ തടയുന്നത്? അല്ലാഹു ഗഫൂറുർ റഹീമല്ലേ, നീ എത്ര തെറ്റ് ചെയ്താലും റബ്ബ് പുറത്തു തരുന്നവനല്ലേ. അപ്പോൾ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് പിന്നീട് റബ്ബിനോട് പൊരുത്തപ്പെടിപ്പിച്ചാൽ പോലെ എന്ന് ഇബ്ലീസ് വഅദ് പറയും. അപ്പോൾ മലക്കിന്റെ വഅദിൽ നിന്ന് മാറി നിൽക്കും. എന്നിട്ട് ഇബ്ലീസിന്റെ വഅദിനെ പിന്തുടരും. പക്ഷെ പിന്നീട് ഈ തൗബയെ ഇബ്ലീസ് മറപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇബ്ലീസിനെ തെറ്റ് ചെയ്യിപ്പിക്കണം. ഒരു പ്രാവശ്യം മദ്യപിച്ചവന് പിന്നീട് ആ മദ്യത്തിനോടുള്ള ആസക്തി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 പ്രാവശ്യമായി, 3 വട്ടമായി, 4 വട്ടമായി മലക്കിങ്ങനെ അപ്പുറത്ത് ഉപദേശിക്കുന്നുണ്ട്. വേണ്ട, ഇത് ഹറാമാണ്, ചെയ്യരുതെന്ന് മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മലക്കിന്റെ ഉപദേശത്തെ തള്ളിക്കളയാണ്. എല്ലാവട്ടവും ശൈത്താന്റെ കൂടെയാണ് അവൻ കൂട്ടുകൂടുന്നത്. അങ്ങനെ കുറെ ആവർത്തിയാകുമ്പോ മലക്ക് മനസ്സിലാക്കും, ഇത് എനിക്കിവിടെ റോളില്ല, എന്റെ വർത്തമാനം ഇവൻ കേൾക്കുന്നില്ല, എന്റെ ഉപദേശത്തെ ഇവൻ അംഗീകരിക്കുന്നില്ല. ഞാൻ എത്ര പറഞ്ഞാലും ഇവൻ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എത്ര പറഞ്ഞാലും ഇവൻ പലിശക്ക് പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എത്ര പറഞ്ഞാലും ഇവൻ ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്റെ വർത്തമാനത്തെ ഇവൻ അംഗീകരിക്കുന്നില്ല, ഇവൻ ശൈത്താന്റെ കൂട്ടുകാരനായി മാറിയിട്ടുണ്ടെന്ന് മലക്കിങ്ങനെ പല ആവർത്തി പറയുമ്പോഴും അനുസരിക്കാതിരിക്കുമ്പോ മലക്ക് അവനെ വിട്ട് ഒഴിവായി പോകുന്നതാണ്. റഹ്മത്തിന്റെ മലക്ക് അവനെ ഒഴിവാക്കി കടന്നു പോകും. പിന്നീട് അവന്റെ സകല ഉത്തരവാദിത്വവും ശൈത്താൻ ഏറ്റെടുക്കും. പിന്നീട് അവനൊന്ന് നന്നാകാനുള്ള ഒരു സാഹചര്യം പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. എല്ലാ ഉത്തരവാദിത്വവും ആ ശൈത്താൻ ഏറ്റെടുത്തിട്ട് ഇവനെ സകല വഴികളിലേക്ക് കൊണ്ടുവന്നെത്തിക്കും.
ഇനി ശൈത്താന്റെ പണി കൂടി ആവശ്യമില്ല. കാരണം ഇവൻ ഇനി പ്രോഗ്രാം ചെയ്ത കമ്പ്യൂട്ടർ പോലെ ഇവൻ ഇനി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇബ്ലീസിന്റെ ഒരു ഉപദേശം പോലും ആവശ്യമില്ല. സമയമാകുമ്പോൾ അവൻ മദ്യപിക്കും, പൈസക്ക് ആവശ്യം വരുമ്പോൾ അവൻ വേണ്ടാതീനങ്ങൾ ചെയ്തുകൊള്ളും. അന്യപെണ്ണ് പോയാൽ നോക്കാൻ ഇനി അവൻ ശൈത്താൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. വ്യഭിചാരത്തിലേക്കോ വേണ്ടാതീനങ്ങളിലേക്കോ ഹറാമുകളിലേക്കോ ഇനി ശൈത്താൻ നോക്കണം, അത് ചെയ്യണം എന്ന് ഉപദേശിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ മലക്കില്ല, തടുക്കാൻ മലക്ക് പിന്നെ അവന്റെ കൂടെ ഇല്ല. അതുകൊണ്ട് അവനിനി ഇബ്ലീസിന്റെ ഉപദേശം പോലുമില്ലാതെ ശൈത്താന് സമാനനായി അവൻ മാറുന്ന സാഹചര്യം എത്ര ഗൗരവമാണെന്ന് ആലോചിക്കണം. ഇവിടെ എന്താ പ്രശ്നം പറ്റിയത്? രണ്ടാളുകളുടെ സുഹബത്ത്, രണ്ടാളുകളുടെ കൂട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളോട് കൂട്ടുകൂടിയപ്പോൾ, ശൈത്താനോട് കൂട്ടുകൂടിയപ്പോൾ മലക്ക് ഉപേക്ഷിച്ചിട്ട് പോയി. മലക്കിനോട് കൂട്ടുകൂടിയാലോ അവിടെ ശൈത്താൻ പരമാവധി പരിശ്രമിക്കും, നടക്കില്ല എന്ന് കണ്ടാൽ പിന്നെ ശൈത്താൻ മനസ്സിലാക്കും ഇനി ഇവനിൽ ഇനി പണിയെടുത്തിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ശൈത്താൻ ഒഴിഞ്ഞിട്ട് പോകും. അവരെയാണ് നമ്മൾ മഹാരഥന്മാരായ